ആ CMPയുടെ പ്രവർത്തകന്മാരാണ് ചില മേഖലകളിൽ ചെങ്കൊടി ഉമേന്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ ആ ചെങ്കൊടിക്ക് പിന്നാലെ അണിനിരക്കാൻ ഈ പാലക്കാടിൻ്റെ മണ്ണിലെ സഖാക്കൾ CPMന്റെ അനുഭാവികൾ വരെ മുന്നോട്ട് കടന്നു വന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ BJP പാളയം മംഗലാപ്പിലല്ലേ, ഓരോ ദിവസം കഴിയുന്നവരും അവർക്ക് എന്തെങ്കിലും ഒരു രാഷ്ട്രീയം പറയാൻ സാധിക്കുന്നില്ല. ഞങ്ങൾ ഈ പ്രദേശത്ത് ഒട്ടനവധി ഗ്രാമാന്തരങ്ങളിൽ കയറി ചെല്ലുമ്പോൾ പഴയകാല CPMന്റെ പ്രവർത്തകർ പറയുന്നത്, അല്ലെങ്കിൽ പഴയകാല സഖാക്കൾ പറയുന്നത്, ഇവിടെ ഒരുപാട് രാഷ്ട്രീയ പാരമ്പര്യമുള്ള മണ്ണാണ് ഈ പാലക്കാടിൻ്റെ മണ്ണ്. AK ഗോപാലൻ, അതുപോലെ തന്നെ EM ശങ്കരൻ നമ്പൂതിരിപ്പാടും VS നായനാരൊക്കെ മത്സരിച്ച മണ്ണാണ്. ആ മണ്ണിൽ, പാലക്കാടിൻ്റെ മണ്ണിൽ CPMനെ അവരുടെ സ്വന്തം ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ ഒരാളില്ല എന്ന് പറഞ്ഞാൽ ഈ പാലക്കാടത്തെ ഈ ഉപതെരഞ്ഞെടുപ്പ് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫിയും തമ്മിലുള്ള പോരാട്ടമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എൻ്റെ കൂടെ ഇപ്പോൾ KSYFന്റെ CMPയുടെ യുവജന വിഭാഗമായ KSYFന്റെ സംസ്ഥാന സെക്രട്ടറി സുധീഷ് കടന്നപ്പള്ളി ചേരുന്നുണ്ട്. അദ്ദേഹം ഏകദേശം ഒരു മാസത്തിലധികമായി ഇവിടെ ക്യാമ്പ് ചെയ്ത് വർക്ക് ചെയ്യുകയാണ്. അദ്ദേഹത്തോട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ശ്രീ സുധീഷ് കടന്നപ്പള്ളി, എങ്ങനെ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ്? ഏകദേശം ഒരു മാസം കൊണ്ട് താങ്കളുടെ ക്യാമ്പ് ചെയ്ത് വർക്ക് ചെയ്യണല്ലോ, എങ്ങനെ തോന്നുന്നു? അവസാന ലാപ്പിലാകുമ്പോൾ രാഹുലിൻ്റെ സാധ്യത? തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇപ്പോൾ ഏതാണ്ട് ഞാൻ ഒരു മാസത്തോളമായി ഇവിടെ ഈ പാലക്കാടിൻ്റെ മണ്ഡലത്തിൽ പ്രവർത്തന രംഗത്തുണ്ട്. ഓരോ ദിവസം കഴിയുന്നോറും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രസക്തി വർദ്ധിച്ചു വരികയാണ്. എതിർ രാഷ്ട്രീയ പ്രസ്ഥാനം പറയുന്നത് പോലെയല്ല ഈ പാലക്കാടത്തെ ഈ ഉപതെരഞ്ഞെടുപ്പ് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫിയും തമ്മിലുള്ള പോരാട്ടമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കഴിഞ്ഞ തവണ ഷാഫിക്ക് ലഭിച്ചതിനേക്കാൾ 5 അക്ക ഭൂരിപക്ഷത്തിൽ ഇത്തവണ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിൻ്റെ മണ്ണിൽ, പാലക്കാടിൻ്റെ എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ പാലക്കാടത്തെ ഉപതെരഞ്ഞെടുപ്പ്. മറ്റ് 2 കക്ഷികൾ എന്ന് പറയുന്നത് അപ്രസക്തമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ഇന്നലെയെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ CPMന്റെയും BJPയുടെയും നേതാക്കന്മാർ പറയുന്നത് കേട്ടാൽ അവർ AKG സെൻറ്ററിലാണോ അല്ലെങ്കിൽ മാരാർജി ഭവനിലാണോ എന്ന് സംശയിക്കേണ്ടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്നലെയും നമുക്ക് ഇന്നുമായി കാണാൻ വേണ്ടി സാധിക്കുകയാണ്. അതുകൊണ്ട് അത്തരം കക്ഷികളെല്ലാം ഈ തെരഞ്ഞെടുപ്പിന് അപ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഓരോ ദിവസം കഴിയുന്നവരും മണിക്കൂർ കഴിയുമ്പോഴും ഇടതു പാളയത്തു നിന്നും അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പാളയത്തു നിന്നും ഐക്യജനാധിപത്യം എന്ന് പറയുന്ന ഈ മഴവൽ മുന്നണിയിലേക്ക് വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കടന്നു വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് വളരെയേറെ ആത്മവിശ്വാസത്തിലാണ് നമ്മുടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഈ ഇലക്ഷൻ ക്യാമ്പ്. വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് മാത്രമല്ല, ഈ കേരളത്തിനകത്തെ CPMനകത്തും അതുപോലെ തന്നെ BJPക്കുമെതിരെയുള്ള ഒരു താക്കീതായി ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ വിലയിരുത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. താങ്കളുടെ അടുത്ത സുഹൃത്തായിരുന്നല്ലോ LDF സ്ഥാനാർത്ഥി സരിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? സരിൻ ഈ തെരഞ്ഞെടുപ്പ് ചിത്രത്തിലില്ല. ഇടതുപക്ഷ സ്ഥാനാർത്ഥി ചിത്രത്തിലുണ്ടോ ചോദിച്ചാൽ ഞങ്ങൾ എവിടെയും കാണുന്നില്ല അദ്ദേഹത്തെ ജനങ്ങൾ അംഗീകരിക്കണ്ടേ? ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ മീഡിയ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ച ഒരാൾ ഒരു സീറ്റിൻ്റെ പേരിൽ മറുകണ്ഠം ചാടി ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ആളുകൾ അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ ഈ പ്രദേശത്ത് ഒട്ടനവധി ഗ്രാമാന്തരങ്ങളിൽ കയറി ചെല്ലുമ്പോൾ പഴയകാല CPMന്റെ പ്രവർത്തകർ പറയുന്നത്, അല്ലെങ്കിൽ പഴയകാല സഖാക്കൾ പറയുന്നത്, ഇവിടെ ഒരുപാട് രാഷ്ട്രീയ പാരമ്പര്യമുള്ള മണ്ണാണ് ഈ പാലക്കാടിൻ്റെ മണ്ണ്. AK ഗോപാലൻ, അതുപോലെ തന്നെ EM ശങ്കരൻ നമ്പൂതിരിപ്പാടും VS നായനാരൊക്കെ മത്സരിച്ച മണ്ണാണ്. ആ മണ്ണിൽ, പാലക്കാടിൻ്റെ മണ്ണിൽ CPMനെ അവരുടെ സ്വന്തം ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ ഒരാളില്ല എന്ന് പറഞ്ഞാൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണ ആത്മവിശ്വാസമാണ്. പാലക്കാടിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കും എന്നുള്ളത് നമുക്ക് പൂർണ്ണ ആത്മവിശ്വാസം തരുന്നതാണ്. പ്രധാന മത്സരം BJPയും കോൺഗ്രസും തമ്മിലാണല്ലോ. BJPയിൽ ഇപ്പോൾ അവിടെ ഒരു മുതിർന്ന നേതാവിനെ തന്നെ കോൺഗ്രസ് ക്യാമ്പിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. കൂടുതൽ നേതാക്കൾ എത്തുമെന്നുള്ള സൂചനകളുമുണ്ട്. എങ്ങനെയായിരിക്കും BJPയുടെ ലാസ്റ്റ് ലാപ്പിലെ പ്രകടനം? അല്ല, ഈ നമ്മളെ ഐക്യജനാധിപത്യ മുന്നണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നു വന്ന സന്ദീപ് വാര്യർ തന്നെ പറഞ്ഞിരിക്കുന്നു, കൂടുതൽ ആളുകൾ, നേതാക്കന്മാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നു വരുമെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ BJP പാളയം മംഗലാപ്പിലല്ലേ, ഓരോ ദിവസം കഴിയുന്നവരും അവർക്ക് എന്തെങ്കിലും ഒരു രാഷ്ട്രീയം പറയാൻ സാധിക്കുന്നില്ല. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭയിലെ വികസനം പറയുന്നുണ്ട്. 10 വർഷക്കാലമായി BJP ഭരിക്കുകയാണ്, ഒരു വികസനവുമില്ല. ഇന്ത്യ രാജ്യത്തെ വികസനം നമ്മൾ ചർച്ച ചെയ്യുന്നു, ഇന്ത്യ രാജ്യത്ത് വികസനം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഈ മണ്ഡലത്തിൽ പറഞ്ഞിരിക്കുന്നത് വികസനവും അതുപോലെ തന്നെ രാഷ്ട്രീയവുമാണ്. ഇതൊന്നും സംവദിക്കാൻ ഇവിടുത്തെ BJPക്കോ അതുപോലെ തന്നെ CPMനോ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാലക്കാടത്തെ ജനങ്ങൾ, മതേതര വിശ്വാസികൾ, ജനാധിപത്യ വിശ്വാസികൾ ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പമാണ്. 23-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും പാലക്കാടിന് മണ്ണിൽ BJPക്ക് സ്വാധീനമുണ്ടോ, അല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഐക്യജനാധിപത്യ മുന്നണിക്കാണോ സ്വാധീനമെന്ന് ജനങ്ങൾ വിലയിരുത്താൻ വേണ്ടി പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് 20-ാം തീയതി ഈ പാലക്കാടിന് മണ്ണിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. CMPയുടെ പ്രവർത്തനങ്ങൾ അതൊന്നും വിലയിരുത്താം. പാലക്കാടിന് മണ്ണിൽ വിവിധ ഗ്രാമങ്ങളിൽ CMPക്ക് നല്ല വേരോട്ടമുള്ള ഒരു മണ്ണായിരുന്നു. പ്രത്യേകിച്ചും കർഷകരുടെ ഒരു മണ്ണാണ് പാലക്കാട്. ആ കർഷകർ പരമ്പരാഗതമായി കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലുള്ള ഒട്ടനവധി ആളുകൾ MP രാഘവൻ്റെ കൂടെ CMP രൂപീകരിച്ച കാലഘട്ടം മുതൽ CMPയുടെ പ്രവർത്തകന്മാർ ഗ്രാമങ്ങളിലുണ്ട്.
ആ CMPയുടെ പ്രവർത്തകന്മാരാണ് ചില മേഖലകളിൽ ചെങ്കടിയുമേന്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ ആ ചെങ്കൊടിക്ക് പിന്നാലെ അണിനിരക്കാൻ ഈ പാലക്കാടിൻ്റെ മണ്ണിലെ സഖാക്കൾ CPMൻ്റെ അനുഭാവികൾ വരെ മുന്നോട്ട് കടന്നു വന്നു എന്നുള്ളതാണ് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ CMPക്ക് ഉണ്ടായ നേട്ടം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭൂരിപക്ഷം ഏതാണെന്ന് ഒന്ന് പറയാമോ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭൂരിപക്ഷം 5 അക്ക ഭൂരിപക്ഷത്തിൽ എന്ത് പറഞ്ഞാലും 5 അക്ക ഭൂരിപക്ഷത്തിൽ അധികം രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. അത് വീടുകൾ കയറിയാൽ, നമുക്ക് ഗ്രാമാന്തരങ്ങളെ വീടുകൾ കയറിയാൽ, കടകൾ കയറിയാൽ, വിദ്യാർത്ഥികളെ കണ്ടാൽ, അതുപോലെ തന്നെ യുവതിയുവാക്കളെ കണ്ടാൽ മുഴുവൻ ആളുകളുടെ കിട്ടിൽ നിന്ന് പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ളത് തന്നെയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു ആശങ്കയുമില്ല. ആശങ്കയുള്ളത് ഇവിടുത്തെ ഇടതുപാളയത്തിലും അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്കുമാണ്. ഞങ്ങൾ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. ആ ആത്മവിശ്വാസത്തിൻ്റെ അവസാന ലാഭിലേക്കാണ് കിടക്കുന്നത്. ഇന്നത്തെ കൊട്ടിക്കലാശം ഗംഭീരമായി നടക്കുമ്പോൾ ആ പരിപാടിയോട് ഇന്ന് സമാപനം കുറിക്കുമ്പോൾ നാളെ മുതൽ നിശബ്ദ പ്രചരണമാണ്. ആ നിശബ്ദ പ്രചരണത്തിലും ഐക്യജനാധിപത്യ മുന്നണി തന്നെ മുന്നോട്ട് പോയിരിക്കും. തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഏതായാലും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയവുമില്ല.